കേരളം ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേന്ദ്ര സർക്കാർ കൃത്യമായി കേരളത്തിന് ഫണ്ടുകൾ നൽകാത്തതാണ് എന്നുള്ളൊരു ആരോപണം കുറേ കാലമായി മുന്നിൽ നിൽക്കുകയാണ്. ഈ ഒരു ആരോപണത്തിൻ്റെ ഭാഗമായി കേരള സർക്കാർ ഡൽഹിയിൽ ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വാർത്തകളിൽ കണ്ടു. അപ്പോൾ ഇവിടെ പലരുടെ ഭാഗത്തു നിന്നും ഒരുപാട് ചോദ്യങ്ങൾ മുന്നോട്ട് വരികയാണ്. എന്താണ് ഈ പറയുന്ന ആരോപണങ്ങളിലെ യാഥാർത്ഥ്യം? സോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു നിക്ഷേപ അവസരം പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാസം 2000 രൂപ പോലെയുള്ള ചെറിയ തുകകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ICICI പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ ഒരു പുതിയ NFO ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ മാസം 19-ാം തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് NFOയിൽ നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ഒരു ഫണ്ടിൻ്റെ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് 150 മൊമെൻറ്റം 50 കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് കാണാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസ്ക് കുറയുകയും നിങ്ങളുടെ റിട്ടേൺസ് സെക്യൂർ ആവുകയും ചെയ്യുന്നു. ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ കാലഘട്ടത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തിലും 10 വർഷത്തിലും യഥാക്രമം 29%, 28% ഒക്കെ റിട്ടേൺസ് കിട്ടിയിരിക്കുന്നത് കാണാം. അതായത് നിങ്ങൾ 2013 ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് 11 മടങ്ങിൻ്റെ റിട്ടേൺ ലഭിക്കുമായിരുന്നു. ഇനി ഇവർ തന്നെ 2022 സെപ്റ്റംബറിൽ ആരംഭിച്ച മിഡ് ക്യാപ് ഫണ്ടിൻ്റെ കഴിഞ്ഞ ഒരു വർഷത്തെ മാത്രം പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 54.8% റിട്ടേൺസ് വന്നിരിക്കുന്നത് കാണാം. NRI സുഹൃത്തുക്കൾക്കൊക്കെ ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾ മാസം 18,000 രൂപ പോലെയുള്ള തുകകൾ നിക്ഷേപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 3 കോടി വരെ റിട്ടേൺസ് ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നു. ഈ ഫണ്ടിൻ്റെ ലോക്കിൻ പീരീഡ് 5 വർഷമാണ് എന്ന് കാണാം. സോ നിങ്ങൾക്ക് ഈ ഒരു ഫണ്ടിൽ നിക്ഷേപിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തുന്ന വിവിധ തരം അവഗണനകളുടെ ആരോപണങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതിന് ആദ്യം നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് വാർത്തകളിൽ കേൾക്കുന്നതാണ്. അത് നികുതിയുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും നികുതി വരുമാനം ലഭിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു വർഷക്കാലം കേരളത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള നികുതി വരുമാനം ഏകദേശം 39,000 കോടി രൂപയാണ് എന്ന് കാണാം. എന്നാൽ ഇങ്ങനെ ലഭിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ ഒരു പ്രത്യേക ശതമാനം സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ തിരിച്ചു കൊടുക്കാറുണ്ട്. എന്നാൽ കേരളത്തിന് ഇവിടെ തിരിച്ചു ലഭിച്ചിരിക്കുന്നത് വെറും 18,000 കോടി രൂപ മാത്രമാണ് എന്ന് കാണാം. അതായത് 1 രൂപ നികുതിയായി കേന്ദ്ര സർക്കാരിന് ലഭിക്കുമ്പോൾ കേരളത്തിന് തിരിച്ചു കിട്ടുന്നത് വെറും 46 പൈസ മാത്രമാണ്. ഇത് കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം ഇത്തരത്തിലുള്ളൊരു പ്രശ്നം നേരിടുന്നുണ്ട് എന്ന് കാണാം. ഇപ്പോൾ കർണാടകയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 1 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ വെറും 11 പൈസ മാത്രമാണ് തിരിച്ചു കിട്ടുന്നത്. തമിഴ്നാടിന് 22 പൈസ മാത്രം തിരിച്ചു കിട്ടുന്നു. തെലുങ്കാനയുടെ കാര്യത്തിൽ അത് 27%, ആന്ധ്രാപ്രദേശിൻ്റെ കാര്യത്തിൽ 44% മാത്രമാണ് എന്ന് കാണാം. ഇനി ഈ ആരോപണത്തിന് ഒരു മറുവശവും കൂടി ഉണ്ടെന്ന് കാണാം. ഇപ്പോൾ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും കാര്യം നോക്കുകയാണെങ്കിൽ അവരിൽ നിന്നും കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന നികുതി വരുമാനത്തെക്കാൾ ഒരുപാട് വരുമാനം അവർക്ക് തിരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും നല്ല ഉദാഹരണം ബീഹാർ തന്നെയാണ്. കഴിഞ്ഞൊരു വർഷം വെറും 16,000 കോടി രൂപ മാത്രമാണ് ബീഹാറിൽ നിന്ന് സെൻട്രൽ ഗവൺമെൻറ്റിന് കിട്ടിയിട്ടുള്ള നികുതി വരുമാനം. എന്നാൽ ബീഹാറിന് സെൻട്രൽ ഗവൺമെൻറ് തിരിച്ചു കൊടുത്തിരിക്കുന്നത് ഏകദേശം 95,000 കോടി രൂപയാണ്. അതായത് 1 രൂപ അങ്ങോട്ട് കൊടുക്കുമ്പോൾ 6 രൂപയാണ് ബീഹാറിന് തിരിച്ചു കിട്ടുന്നത്. ഉത്തർപ്രദേശിൻ്റെ കാര്യത്തിൽ ഇത് 1.72 രൂപയും അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ഇത് 1.6 രൂപയുമാണ് എന്ന് കാണാം. അപ്പോൾ ഈ കണക്കുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. ഫെബ്രുവരിയിൽ രാജ്യസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നൊരു ചോദ്യത്തിന് മറുപടിയായിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ടുള്ള കണക്കുകളാണ് ഇതെന്ന് കാണാം. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതി വരുമാനം ഇത്തരത്തിൽ സംസ്ഥാനങ്ങൾക്ക് ഭാഗിച്ചു കൊടുക്കാനുള്ള കാരണം എന്താണ്? ഈ തെക്കേ ഇന്ത്യയിലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? അപ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ചരിത്രം പഠിക്കാം. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിനുശേഷം നമ്മുടെ ഭരണഘടന രൂപീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ ഓരോ പ്രദേശങ്ങളിൽ നിന്ന് വരുന്ന നികുതി വരുമാനം എത്രയാണെന്ന് കണക്കാക്കുകയാണ്. അപ്പോൾ വിന്ധ്യാപ്രദേശ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസ്ഥാനം ഉണ്ടായിരുന്നു. ഇന്നത്തെ മധ്യപ്രദേശിൻ്റെയും ഉത്തർപ്രദേശിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നൊരു സ്ഥലമാണ്. അവിടെ നിന്ന് വരുന്ന മൊത്തം വരുമാനം എന്ന് പറയുന്നത് വെറും 3 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ അതേസമയം ബോംബെ പ്രസിഡൻസിയിൽ നിന്നും വരുന്ന നികുതി വരുമാനം മാത്രം 10 കോടി രൂപയിലധികമായിരുന്നു. സോ ഇങ്ങനെ കേന്ദ്ര ഗവൺമെൻറ്റിന് കിട്ടുന്ന ഈ നികുതി വരുമാനം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് എങ്ങനെ ഭാഗിച്ചു കൊടുക്കണം എന്നുള്ളൊരു ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ ഡോക്ടർ BR അംബേദ്കറുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു പുതിയ ആശയം മുന്നോട്ട് വെക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 280 ആഡ് ചെയ്യുന്നു. ഈ ആർട്ടിക്കിൾ 280 ഒരു ഫൈനാൻസ് കമ്മീഷനെ നിയോഗിക്കുകയാണ്. അപ്പോൾ ഈ ഫൈനാൻസ് കമ്മീഷൻ്റെ ജോലി ഇങ്ങനെ വരുന്ന നികുതി വരുമാനത്തെ എങ്ങനെ വിഭജിക്കണം എന്നുള്ള തീരുമാനമെടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള വിഭജനം നമുക്ക് കാണാം. വെർട്ടിക്കൽ ഡെവല്യൂഷൻ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന മൊത്തം നികുതി വരുമാനത്തിൻ്റെ എത്ര ശതമാനം എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കുമായിട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നതിനാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത്.
ഇനി ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊടുത്തുള്ള, അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ള തുക ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വെച്ച് വീതിച്ചു കൊടുക്കണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ്. ഇപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി ഒരു റെക്കമെൻഡേഷൻ ഗവൺമെൻറ്റിന് മുന്നിൽ വെക്കുന്നു. ഗവൺമെൻറ് അതിനനുസരിച്ച് അവരുടെ നികുതി അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന നികുതി വരുമാനം ഇങ്ങനെ വീതിച്ചു കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ 1951 ആദ്യത്തെ ഫൈനാൻസ് കമ്മീഷൻ നിലവിൽ വരുന്നു. അവരവരുടെ റെക്കമെൻഡേഷൻസ് സമർപ്പിക്കുന്നു. ഓരോ 5 വർഷവും കൂടുമ്പോൾ ഇന്ത്യയിൽ പുതിയ ഫൈനാൻസ് കമ്മീഷനുകൾ അധികാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും അവസാനം റിപ്പോർട്ട് അല്ലെങ്കിൽ റെക്കമെൻഡേഷൻസ് സമർപ്പിച്ചത് 15ാമത്തെ ഫൈനാൻസ് കമ്മീഷനാണ് എന്ന് കാണാം. 2021-22 വർഷം മുതൽ 2025-26 ഫൈനാൻഷ്യൽ ഇയർ വരെ ഈ 15ാം ഫൈനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഈ ടാക്സിൻ്റെ ഡെവല്യൂഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ 15ാം ഫൈനാൻസ് കമ്മീഷൻ അവരുടെ റെക്കമെൻഡേഷൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ വെർട്ടിക്കൽ ഡെവല്യൂഷനുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് മൊത്തം നികുതി വരുമാനത്തിൻ്റെ 59% കേന്ദ്ര സർക്കാരിന് എടുക്കാം, ബാക്കി 41% എല്ലാ സംസ്ഥാന സർക്കാരുകൾക്കുമായിട്ട് വിഭജിച്ചു കൊടുക്കണമെന്നാണ്. ഇനി ഹൊറിസോണ്ടൽ ഡെവല്യൂഷനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഈ 41% നികുതി വരുമാനത്തിൽ ഓരോ സംസ്ഥാന സർക്കാരുകൾക്കും എത്ര കിട്ടണം എന്ന് തീരുമാനിക്കുന്നത് 6 ഘടകങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ 6 ഫാക്ടേഴ്സും കാണാൻ കഴിയും. ഈ 6 ഫാക്ടേഴ്സിനും ഓരോ വെയിറ്റേജ് കൊടുത്തിരിക്കുകയാണ്. സോ ഈ 6 ഏരിയകളിലും ഇപ്പോൾ ഏരിയ ഓഫ് ദ സ്റ്റേറ്റ് ഉണ്ട്, അതുപോലെ തന്നെ പോപ്പുലേഷൻ ഉണ്ട്, ഡെമോഗ്രാഫിക് പെർഫോമൻസ് ഉണ്ട്, ഇൻകം ഡിസ്റ്റൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള 6 ഫാക്ടേഴ്സിലും ഓരോ സംസ്ഥാനവും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിന് അടിസ്ഥാനത്തിൽ ഓരോ സംസ്ഥാനങ്ങൾക്കും ആ നികുതിയുടെ, അതായത് 41% വരുന്ന നികുതിയുടെ എത്ര ശതമാനം വെച്ച് കൊടുക്കണമെന്നാണ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ 14th ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന നികുതി വരുമാനത്തിൻ്റെ 2.5% കേരളത്തിന് ലഭിക്കുമായിരുന്നു. എന്നാൽ അത് 15ാം ധനകാര്യ കമ്മീഷനിലേക്ക് വന്നപ്പോൾ അത് 1.9% കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയ കുറവാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും 10,000 കോടി രൂപയുടെ ഒരു നഷ്ടം ഇവിടെ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. കാരണം കേന്ദ്രത്തിന് ലഭിക്കുന്ന മുഴുവൻ നികുതി വരുമാനത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കുറവ് വരാനുള്ള കാരണം എന്താണ്? അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം 14ാം ഫൈനാൻസ് കമ്മീഷൻ്റെയും 15ാം ഫൈനാൻസ് കമ്മീഷൻ്റെയും റെക്കമെൻഡേഷൻ നോക്കുമ്പോൾ 14ാം ഫൈനാൻസ് കമ്മീഷനിൽ പോപ്പുലേഷൻ, അതായത് ഓരോ സംസ്ഥാനങ്ങളുടെയും ജനസംഖ്യയ്ക്ക് 27% വെയിറ്റേജ് കൊടുത്തിരുന്നത് ഈ 15ാം ഫൈനാൻസ് കമ്മീഷനിലേക്ക് വന്നപ്പോൾ അത് 15% കുറഞ്ഞിരിക്കും നമുക്ക് കാണാം. പക്ഷേ 15ാം ഫൈനാൻസ് കമ്മീഷനിൽ ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഫാക്ടർ ആഡ് ചെയ്യുകയും അതിന് 12% വെയിറ്റേജ് കൊടുക്കുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം? നമ്മൾ നോക്കുകയാണെങ്കിൽ 14ാം ഫൈനാൻസ് കമ്മീഷൻ വരെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാക്ടറിൽ 1971 പോപ്പുലേഷനായിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. എന്നാൽ 15ാം ഫൈനാൻസ് കമ്മീഷനിലേക്ക് വന്നപ്പോൾ അവർ 2011 സെൻസസ് പ്രകാരമുള്ള പോപ്പുലേഷൻ കൺസിഡർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, അതൊരു നല്ല കാര്യമല്ലേ? എന്തിനാണ് 50 വർഷം മുന്നേ ഉള്ള പോപ്പുലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പോപ്പുലേഷൻ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം എത്രയാണെന്ന് തീരുമാനിക്കാൻ പാടില്ലേ എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ഇവിടെ ചെറിയൊരു ചരിത്രം നമ്മൾ വീണ്ടും മനസ്സിലാക്കണം. 1961-നും 1971-നും ഇടയിൽ ഇന്ത്യയുടെ ജനസംഖ്യയിൽ 31% ഒരു സ്ഫോടനാത്മകമായ വർധനവാണ് ഉണ്ടായത്. സോ ഈ രീതിയിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് മനസ്സിലാക്കി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുക്കുകയും എല്ലാ സംസ്ഥാനങ്ങളോടും അതിന് വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ സംസ്ഥാനങ്ങൾക്കെല്ലാം ഇവിടെ ഒരു ഭയം ഉണ്ടാവുകയാണ്. കാരണം നമ്മുടെ ലോകസഭയിലേക്ക് സീറ്റുകൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ കുറേ സംസ്ഥാനങ്ങൾ അവരുടെ പോപ്പുലേഷൻ കുറയ്ക്കുകയും കുറേ സംസ്ഥാനങ്ങൾ പോപ്പുലേഷൻ കുറയ്ക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ ലോകസഭയിലെ സീറ്റ് അല്ലെങ്കിൽ ഈ റെപ്രസെൻറ്റേഷനൊക്കെ കുറയാനുള്ള സാധ്യതയില്ലേ എന്നുള്ളൊരു പേടി ആളുകൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് ഒരു മറുപടി ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് കൊടുക്കുകയാണ്. ഇനി മുതൽ അങ്ങോട്ട് നമ്മുടെ രാജ്യത്തെ എല്ലാ കാര്യങ്ങൾക്കും 1971 പോപ്പുലേഷൻ എടുക്കുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ 1971 പോപ്പുലേഷൻ എടുത്തത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പോൾ ഈ 15ാം ഫൈനാൻസ് കമ്മീഷൻ 2011 പോപ്പുലേഷൻ എടുക്കുമ്പോൾ എന്താണ് കുഴപ്പം? കേരളം പോലെയുള്ള പല തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഈ പോപ്പുലേഷൻ കൺട്രോളിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയെ നിയന്ത്രിക്കുകയും ചെയ്തു. 1971-നും 2011-നും ഇടയിൽ കേരളത്തിൻ്റെ ജനസംഖ്യ വെറും 56% മാത്രമാണ് വർദ്ധിച്ചത്. എന്നാൽ അതേ അവസരത്തിൽ പല നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും പോപ്പുലേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഒന്നും ചെയ്തില്ല. അപ്പോൾ 1971-നും 2021-നും ഇടയിൽ ഉത്തർപ്രദേശിൻ്റെ പോപ്പുലേഷൻ 136% വർദ്ധിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും പോപ്പുലേഷനിൽ ഇത്രയും വലിയൊരു വ്യത്യാസം ഉണ്ടായപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ 2011 പോപ്പുലേഷൻ എടുക്കാൻ തീരുമാനിക്കുമ്പോൾ എല്ലാ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും പ്രശ്നം ഉണ്ടാക്കുകയാണ്. കാരണം നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ളതുകൊണ്ട് തന്നെ പോപ്പുലേഷന് 15 അല്ലെങ്കിൽ 15% വെയിറ്റേജ് ഈ ഒരു നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിലുണ്ടാകുമ്പോൾ അവർക്ക് കൂടുതൽ നികുതി ലഭിക്കുകയും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന നികുതിയുടെ അളവ് കുറയുകയും ചെയ്യും. ഇതാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രശ്നമുണ്ടാക്കാനുള്ള ഒന്നാമത്തെ കാരണം. പക്ഷേ അപ്പോൾ ഫൈനാൻസ് കമ്മീഷൻ ഒരു സൊല്യൂഷനുമായിട്ട് മുന്നോട്ട് വരികയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന 12% വെയിറ്റേജ് അവിടെ ആഡ് ചെയ്തിരിക്കുന്നത്.
അതായത് കുറേയധികം സംസ്ഥാനങ്ങൾ അവരുടെ പോപ്പുലേഷൻ കുറയ്ക്കാനും അതുപോലെ തന്നെ ഹെൽത്ത്, എഡ്യൂക്കേഷൻ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ അത്തരം കാര്യങ്ങൾ നല്ലതുപോലെ ചെയ്ത സംസ്ഥാനങ്ങൾക്ക് ഈ നികുതി വിഹിതത്തിൽ ഒരു വിഹിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 12.5% ഒരു ഫാക്ടർ അവിടെ ആഡ് ചെയ്തത്. ഇങ്ങനെയാണ് 27% ഉണ്ടായിരുന്ന പോപ്പുലേഷൻ്റെ ആ ഒരു വെയിറ്റേജ് പോപ്പുലേഷനും ഡെമോഗ്രാഫിക് പെർഫോമൻസുമായി മാറിയതെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സൊല്യൂഷൻ 15ാം ഫൈനാൻസ് കമ്മീഷൻ മുന്നോട്ട് വെച്ചുവെങ്കിലും അത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്കെല്ലാം ഒരു തിരിച്ചടിയാണ് നൽകിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് 2.5% ഉണ്ടായിരുന്ന കേരളത്തിൻ്റെ നികുതി വിഹിതം 1.9% കുറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. എന്നാൽ ഈ ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനിൽ മറ്റൊരു പ്രശ്നവും കൂടിയുണ്ട്. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നിരിക്കുന്നത് ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിനാണ്. 45% ഇൻകം ഡിസ്റ്റൻസിന് വെയിറ്റേജ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള സംസ്ഥാനത്തിൻ്റെ പെർ ക്യാപിറ്റ GSDP, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റും ഓരോ സംസ്ഥാനത്തിൻ്റെ പെർ ക്യാപിറ്റ GSDPയും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഈ ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഡിസ്റ്റൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന സംസ്ഥാനങ്ങൾക്ക് ഈ ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ വളരെ കൂടുതലായിരിക്കും. വളരെയധികം സമ്പത്തുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ഇൻകം ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏറ്റവും ദാരിദ്ര്യത്തിൽ കഴിയുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ നികുതി വിഹിതം നൽകാൻ സാധിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഇൻകം ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്രൈറ്റീരിയ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ബീഹാർ, ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത്രയും കൂടുതൽ നികുതി വിഹിതം ലഭിക്കുന്നതിനുള്ള കാരണം എന്താണെന്ന്. പക്ഷേ ഇവിടെയും ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ അതുപോലെ തന്നെ ഇന്ത്യയിലെ വളരെയധികം റിച്ച് ആയിട്ടുള്ള സംസ്ഥാനങ്ങളും പ്രശ്നം ഉണ്ടാക്കുകയാണ്. കാരണം ഈ സംസ്ഥാനങ്ങളിലെല്ലാം നല്ല ഭരണമുള്ളതുകൊണ്ടോ ആളുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നതുകൊണ്ടോ ഒരുപാട് ബിസിനസ്സുകളൊക്കെ ഉള്ളതുകൊണ്ടോ ആയിരിക്കും അവർക്ക് നല്ല ഒരു GSDP അല്ലെങ്കിൽ പെർ ക്യാപിറ്റ വരുമാനം ഉണ്ടായിരിക്കുന്നത്. പല സംസ്ഥാനങ്ങളിലെയും ഗവൺമെൻറ്റുകൾ വളരെ മോശമായതുകൊണ്ടോ അവിടുത്തെ ആളുകൾ തൊഴിലെടുക്കാത്തതുകൊണ്ടോ അവിടെ ഒരു തരത്തിലുമുള്ള വികസനവും ഇല്ലാത്തതുകൊണ്ടോ ആയിരിക്കും അവരുടെ GSDP കുറവായിട്ടിരിക്കുന്നത്. അപ്പോൾ മോശമായിട്ട് സാമ്പത്തികമായി പെർഫോം ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്ക് ഇവിടെ ഒരു ഇൻസെൻറ്റീവ് കിട്ടുകയാണ്. അവർ മോശമായിട്ട് പെർഫോം ചെയ്താലും അവരുടെ ജനസംഖ്യ നിയന്ത്രിച്ചില്ലെങ്കിലും എല്ലാം അവർക്ക് നല്ല രീതിയിലുള്ള നികുതി വിഹിതം കിട്ടും. ജനസംഖ്യ നിയന്ത്രിക്കുകയും നല്ല രീതിയിൽ സാമ്പത്തിക അച്ചടക്കം മുന്നോട്ട് പോവുകയും നല്ല രീതിയിൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്ന സംസ്ഥാനങ്ങൾക്കെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നികുതി വരുമാനം കുറയുകയും ചെയ്യും. സോ ഇങ്ങനൊരു കാര്യം നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നവും പല സംസ്ഥാനങ്ങളും മുന്നോട്ട് വെക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ആരോപണങ്ങളാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ 15ാം ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് വെക്കുന്നത്. തങ്ങൾക്ക് കിട്ടുന്ന നികുതി വിഹിതം വളരെ കുറവാണ്, എന്നാൽ ഒന്നും ചെയ്യാത്ത സംസ്ഥാനങ്ങൾക്ക് ഒരുപാട് നികുതി വിഹിതം ലഭിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിന് കൊടുക്കുന്ന മറുപടി ഈ കാര്യങ്ങൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഫൈനാൻസ് കമ്മീഷനാണ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അവർ പറയുന്ന റെക്കമെൻഡേഷൻസ് ഫോളോ ചെയ്യാനേ കേന്ദ്ര സർക്കാരിന് സാധിക്കുകയുള്ളൂ. അത് തങ്ങളായിട്ടെടുത്ത തീരുമാനമല്ല എന്നുള്ളൊരു മറുപടിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇവിടെ മുന്നോട്ട് വെക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോപണം, കേന്ദ്ര സർക്കാരിന് ഈ ടാക്സ് റവന്യൂ മാത്രമല്ല മറ്റൊരുപാട് റവന്യൂ ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നത് സെസ്സുകളും സർചാർജുകളുമാണ്. അപ്പോൾ അതും ഒരു തരത്തിൽ പറഞ്ഞാൽ നികുതി വരുമാനമാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ആ നികുതി വരുമാനം ഡിവിസിബിൾ പൂളിലേക്ക് പോകുന്നില്ല. കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാരുകൾക്ക് വീതിച്ചു കൊടുക്കേണ്ട ആ ഒരു പൂളിലേക്ക് പോകുന്നില്ല. അത് മുഴുവനായിട്ടും കേന്ദ്ര സർക്കാരുകൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ഫോർച്യൂൺ ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്ന കണക്കുകൾ പറയുന്നത് 2018-നും 2023-നും ഇടയിൽ കേന്ദ്ര സർക്കാരിന് ലഭിക്കുന്ന ഈ സെസ്സുകളിൽ നിന്നും സർചാർജുകളിൽ നിന്നുള്ള വരുമാനത്തിൽ 111% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കണക്കുകൾ കാണാൻ കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന മുഴുവൻ വരുമാനത്തിൻ്റെ 15% ഇത്തരം സെസ്സുകളും സർചാർജുകളുമാണ്. അപ്പോൾ ഇതിൽ നിന്നുള്ളൊരു വിഹിതം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പരാതി കേരളം മുന്നോട്ട് വെക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ കിട്ടുന്ന വരുമാനവും കേന്ദ്ര ഗവൺമെൻറ് വിവിധ സംസ്ഥാന സർക്കാരുകൾക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നുണ്ട്. അത് പലതരത്തിലുള്ള ഗ്രാൻറ്റുകളിലൂടെയും സ്കീമുകളിലൂടെയുമാണ്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണം, ഇത്തരത്തിലുള്ള ഗ്രാൻറ്റുകളും സ്കീമുകളും എല്ലാം അല്ലെങ്കിൽ അതുവഴിയുള്ള പണം ലഭിക്കുന്നത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ്. കാരണം ഇവിടെ എല്ലാ കാര്യത്തിലും തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ് എന്ന് കാണാം. പക്ഷേ കേന്ദ്ര സർക്കാർ ഇതിന് കൊടുക്കുന്ന മറുപടി, സെൻട്രലി സ്പോൺസേഡ് സ്കീമുകൾ, കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾ എന്ന് പറഞ്ഞുള്ള പദ്ധതികളുണ്ട്. ഇത്തരം പദ്ധതികളിലൂടെ എല്ലാ സംസ്ഥാനങ്ങൾക്കും യൂണിയൻ ടെറിട്ടറീസിനുമെല്ലാം ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കണക്കുകൾ പ്രകാരം അത് ശരിയാണ് എന്ന് നമുക്ക് കാണാം. പക്ഷേ ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീമുകൾക്കും അതിൻ്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് കാണാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള ഒരു സ്കീം ഒരു സംസ്ഥാനത്ത് നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ 60% ഫണ്ട് കേന്ദ്ര സർക്കാരും 40% ഫണ്ട് അതത് സംസ്ഥാന സർക്കാരുകളുമാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പണം കൊടുക്കുന്ന ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീമുകളിൽ ആ സ്കീമിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലല്ലാതെ മറ്റൊരു രീതിയിലും പണം ചെലവാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആ സ്കീമിൽ യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളും വരുത്താൻ സംസ്ഥാന സർക്കാരുകൾക്ക് സാധിക്കുകയില്ല. സോ ചെറിയ കാര്യങ്ങൾ മുതൽ, ആ സ്കീമിൻ്റെ പേര് പോലെയുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ ആ സ്കീമിലേക്ക് മറ്റ് സ്കീമുകളെ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കുകയോ ചെയ്യുന്ന വലിയ കാര്യങ്ങൾ പോലും നടപ്പിലാക്കാൻ ഒരിക്കലും കേന്ദ്ര സർക്കാർ സമ്മതിക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള ചെറുതോ വലുതോ ആയ എന്തെങ്കിലും മാറ്റം സംസ്ഥാനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി കഴിഞ്ഞാൽ ഈ ഫണ്ട് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ നിർത്തും. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാരണം.
അപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സംസ്ഥാനത്ത് എവിടെ പണം ചെലവാക്കണമെന്ന് നന്നായിട്ട് അറിയാവുന്നത് അതത് സംസ്ഥാന സർക്കാരുകൾക്കാണ്, അല്ലാതെ കേന്ദ്ര സർക്കാരിനല്ല. ₹1 കിട്ടിക്കഴിഞ്ഞാൽ അത് സംസ്ഥാനത്തിൻ്റെ ഏത് മേഖലയിൽ ചെലവഴിക്കുമ്പോഴാണ് ഏറ്റവും ഫലവത്താവുന്നതെന്ന് അവിടുത്തെ സംസ്ഥാന സർക്കാരിനെ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതേ കാര്യം തന്നെ RBI 2013 പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറിലും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം 1% വർധന ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ GDPയിൽ അത് 0.6% വർധന ഉണ്ടാക്കും. അതേസമയം കേന്ദ്ര ഗവൺമെൻറ്റാണ് 1% വർധന ഉണ്ടാക്കുന്നതെങ്കിൽ രാജ്യത്തിൻ്റെ GDPയിൽ വെറും 0.2% വർധനവ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇനി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു സംസ്ഥാനം 1% വർധന ഉണ്ടായിക്കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ GDPയിൽ 2.1% വർധന ഉണ്ടാവും. എന്നാൽ അത് കേന്ദ്ര സർക്കാരാണ് 1% വർധനവ് വരുന്നതെങ്കിൽ വെറും 0.4% വർധനവ് മാത്രമേ രാജ്യത്തിൻ്റെ GDPയിൽ ഉണ്ടാവുകയുള്ളൂ. സോ ഓരോ സംസ്ഥാന സർക്കാരുകളും പണം കൃത്യമായി ചെലവഴിക്കുമ്പോഴാണ് അത് നമ്മുടെ രാജ്യത്തിന് ഫലവത്തായി വരുന്നത് എന്നാണ് RBIയുടെ ആ ഒരു പേപ്പറിൽ പറഞ്ഞത്. ഇത് തന്നെയാണ് സംസ്ഥാന സർക്കാരുകൾ മുന്നോട്ട് വെക്കുന്ന കാര്യം. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്കീമിൻ്റെ ഭാഗമായി, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായിട്ട് സെൻറ്റർ പണം കൊടുക്കുമ്പോൾ അതിനകത്ത് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ സംസ്ഥാന സർക്കാരുകളെ അനുവദിക്കണമെന്ന് പറയുന്നു. എന്നാൽ ഒരു തരത്തിലും മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കേരളത്തിൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നുണ്ടോ എന്നുള്ളത് തിരിച്ചറിയുക. പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും സംസ്ഥാനത്തിൻ്റെ രീതിയിലുള്ള ചെറുതോ വലുതോ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി കേരളം ശ്രമിക്കുമ്പോൾ അതിനെ കേന്ദ്രം എതിർക്കുകയാണ് എന്ന് മാത്രമല്ല, അത്തരം പദ്ധതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫണ്ടിങ്ങുകളിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അത് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതാണ് കേരളം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന രണ്ടാമത്തെ ആരോപണം. ഇനി അടുത്ത ആരോപണം എന്ന് പറയുന്നത് GSTയും അതുപോലെ തന്നെ GST കോമ്പൻസേഷനുമായി ബന്ധപ്പെട്ടതാണ്. 2017 രാജ്യത്തെ എല്ലാ ടാക്സുകളെയും കൂടെ ഒന്നിച്ചു ചേർത്തുകൊണ്ടുള്ള GST കേന്ദ്ര സർക്കാർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ GST ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ പല സംസ്ഥാന സർക്കാരുകളുടെയും ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകുന്നുണ്ട്. കാരണം ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളുടെ നികുതി വരുമാനത്തിൽ വലിയ രീതിയിലുള്ള കുറവുണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാരുകൾ പറഞ്ഞത്. അപ്പോൾ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു ഉറപ്പ് കൊടുക്കുകയാണ്. ആ വർഷം മുതൽ എല്ലാ സംസ്ഥാന സർക്കാരുകളുടെയും ഈ റവന്യൂ ഇൻകം 14% വെച്ച് വർദ്ധിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്ക് സൃഷ്ടിക്കുന്നു. അതിനുശേഷം ഓരോ വർഷവും ഓരോ സംസ്ഥാനത്തിനും കിട്ടിയിട്ടുള്ള നികുതി വരുമാനം എത്രയാണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് നേരത്തെ പ്രൊജക്റ്റ് ചെയ്തതിനേക്കാൾ കുറവാണ് സംസ്ഥാനങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെങ്കിൽ ആ കുറവിനെ അല്ലെങ്കിൽ ആ ഒരു നഷ്ടത്തെ കേന്ദ്ര സർക്കാർ കോമ്പൻസേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൻസേഷൻ സ്കീം മുന്നോട്ട് വെക്കുന്നു. അതിനെയാണ് GST കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2022 വരെ 5 വർഷക്കാലത്തേക്കാണ് സംസ്ഥാന സർക്കാരുകൾക്ക് ഈ കോമ്പൻസേഷൻ നൽകാം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കോമ്പൻസേഷൻ കൊടുക്കുന്നതിന് പണം കണ്ടെത്തണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് GST കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞൊരു സെസ് മദ്യം, പുകയില പോലെയുള്ള പല വസ്തുക്കളുടെ മുകളിൽ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുകയും ചെയ്തു. പിന്നീടുള്ള 5 വർഷക്കാലം ഒരുമാതിരിപ്പെട്ട എല്ലാ സംസ്ഥാനങ്ങൾക്കും നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തതിനേക്കാൾ നികുതി വരുമാനം കുറവാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം കേന്ദ്ര സർക്കാർ GST കോമ്പൻസേഷൻ കൊടുക്കുന്നു. 2020 കോവിഡ് വന്നതോടുകൂടി എല്ലാ സംസ്ഥാനങ്ങളുടെയും നികുതി വരുമാനത്തിൽ വലിയ രീതിയിലുള്ള ഇടിവുണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി കേന്ദ്ര സർക്കാരിന് വീണ്ടും പണം കണ്ടെത്തേണ്ടതായിട്ട് വരുന്നു. അങ്ങനെ ഒരുപാട് ലോണുകളും അല്ലെങ്കിൽ കടമെടുത്ത പണം കൊണ്ടൊക്കെയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് GST കോമ്പൻസേഷൻ കൊടുത്തത് എന്ന് നമുക്ക് കാണാം. പക്ഷേ 2022 അവരത് നിർത്തലാക്കുകയാണ്. നേരത്തെ പറഞ്ഞ പ്രകാരം ഈ GST കോമ്പൻസേഷൻ നിർത്തലാക്കുന്നു. അപ്പോൾ പല സംസ്ഥാന സർക്കാരും കേരളം ഉൾപ്പെടെയുള്ള സർക്കാരുകൾ പറയുന്നത് ഇപ്പോഴും നികുതി വരുമാനത്തിൽ നേരത്തെ പ്രൊജക്റ്റ് ചെയ്തതുപോലുള്ള വരുമാനം തങ്ങൾക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ GST കോമ്പൻസേഷൻ തുടരണമെന്ന് പറയുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ ആ GST കോമ്പൻസേഷൻ തുടരേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനമാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ GST കോമ്പൻസേഷൻ സെസ് അത് അവർ ഒഴിവാക്കുന്നില്ല. അത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് കടമൊക്കെ എടുത്തിട്ട് ഈ കോമ്പൻസേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ കടങ്ങളൊക്കെ അടച്ചു തീർക്കുന്നതിന് വേണ്ടി ആ GST കോമ്പൻസേഷൻ സെസ് ഉപയോഗിക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. പക്ഷേ സംസ്ഥാനങ്ങൾക്ക് ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന ഒരു വരുമാനവും ഇല്ലാതായിരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്നും കേരള സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. കേരളം പറയുന്നത് തങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ വലിയ രീതിയിലുള്ള ഒരു കുറവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൽ വലിയൊരു കുറവുണ്ടാകുന്നുണ്ടെങ്കിലും ചെലവുകൾ യാതൊരു കുറവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷനും കൊടുക്കാൻ വലിയൊരു തുക സർക്കാരിന് ചിലവാകുന്നുണ്ട്. അതുപോലെ തന്നെ ധാരാളം വെൽഫെയർ സ്കീമുകളും സബ്സിഡികളും എല്ലാം സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി പണം ചിലവാക്കേണ്ടതായിട്ട് വരും. മുൻകാലങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള ധാരാളം കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൻ്റെ കയ്യിൽ പണം വേണം. ഇനി ഇത് മാത്രമല്ല, ഒരു സംസ്ഥാനത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ധാരാളം വികസന പദ്ധതികൾ ആ സംസ്ഥാനത്ത് നടപ്പിലാക്കണം. അതിനും ധാരാളം പണം ചിലവാകും. ഇങ്ങനെ ഒരുപാട് ചിലവുകൾ നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ളൊരു വരുമാനം നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരവ് കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുമ്പോൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുക. പുറത്തുനിന്ന് കടമെടുത്തുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ ഇവിടെയും കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇടപെടൽ വന്നിരിക്കുകയാണ്. ഒരു പരിധിക്കപ്പുറത്തേക്ക് കേരള സർക്കാരിന് കടമെടുക്കാൻ സാധിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു കാരണമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് പറയുന്നത് കേരളം ഓൾറെഡി തന്നെ ഒരുപാട് കടമെടുത്തിട്ടുണ്ട്. ഇപ്പോൾ RBIയുടെ ഫൈനാൻഷ്യൽ ഇയർ 2023 കണക്കുകൾ നോക്കുകയാണെങ്കിൽ കേരള സംസ്ഥാനത്തിൻ്റെ ഡെറ്റ് ടു GSDP റേഷ്യോ എന്ന് പറയുന്നത് 39.1%. 2016 ഇത് 28.1% മാത്രമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 2020-21 കാലഘട്ടത്തിൽ കോവിഡും ലോക്ക്ഡൗണും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചിലവുകൾക്ക് വേണ്ടിയിട്ട് സർക്കാരിന് ധാരാളം കടം എടുക്കേണ്ടി വന്നതാണ്. അങ്ങനെ നോക്കിയാലും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡെറ്റ് ടു GSDP റേഷ്യോ ഉള്ള 9ാമത്തെ സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് കാണാം. അപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇവിടെ ഒരു ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് നടക്കുകയാണ്, അതുകൊണ്ടാണ് ഇത്രയധികം കടമെടുക്കേണ്ടി വരുന്നത്. അപ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഈ രീതിയിൽ കടമെടുപ്പ് തുടർന്നു കഴിഞ്ഞാൽ അത് ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ ആകെ ക്രെഡിറ്റ് റേറ്റിങ്ങിനെയൊക്കെ ബാധിക്കാനും അത് സാമ്പത്തിക പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഇനി അത് മാത്രമല്ല, FRBM ആക്ട് എന്ന് പറഞ്ഞുള്ളൊരു ആക്ട് ഉണ്ട്, ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് എന്നാണ് പറയുന്നത്. ഈ ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരുകളുടെയും ബോറോയിങ് കടമെടുപ്പ് എന്ന് പറയുന്നത് അവരുടെ GDPയുടെ 3% കൂടാൻ പാടില്ല എന്നവിടെ പറയുന്നുണ്ട്. അത് മാത്രമല്ല ഫൈനാൻസ് കമ്മീഷനും കൃത്യമായിട്ടുള്ള റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട് ഈ 3% എന്ന് പറഞ്ഞിട്ടുള്ള ലിമിറ്റ് കീപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ഒരിക്കലും പോകാൻ അനുവദിക്കുകയില്ല എന്നുള്ളൊരു തീരുമാനമാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നത്. എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്, ഈ 3% എന്നുള്ളത് കേരളത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റെ ഈ പൊതുകടം 3% താഴെ നിർത്തണമെന്ന് പറയുന്നത് ബജറ്റ് ബോറോയിങ്ങിനെ കുറിച്ചാണ്. ഈ ബജറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കടമെടുക്കുന്നത് 3% താഴെ നിർത്തണമെന്നാണ് ഈ നിയമത്തിൽ പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ പറയുന്നത് ഇതിന് പുറമെ ഓഫ് ബജറ്റ് ബോറോയിങ്സും എക്സ്ട്രാ ബജറ്റ് ബോറോയിങ്സും ഉൾപ്പെടുത്തും എന്നുള്ളതാണ്. ഓഫ് ബജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിന് പണം കണ്ടെത്താൻ സർക്കാരിന് സാധിക്കാത്ത സമയത്ത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ കടമെടുത്ത് ആ പരിപാടികൾ നടത്തുകയും പിന്നീട് സംസ്ഥാന സർക്കാരുകൾ ആ പൊതുമേഖലാ സ്ഥാപനത്തിന് പണം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് ഓഫ് ബജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ ബജറ്റ് ബോറോയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബജറ്റിൽ പറയാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ബജറ്റിൽ ഉൾപ്പെടുത്താത്ത ധാരാളം വികസന പദ്ധതികളൊക്കെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗമായി നടപ്പിലാകും. അപ്പോൾ മറ്റ് മാർഗ്ഗങ്ങളിൽ കടമെടുത്തുകൊണ്ട് അത്തരം പദ്ധതികൾ നടപ്പിലാക്കുകയും ആ കടത്തിന് സംസ്ഥാന സർക്കാർ ഗ്യാരണ്ടി നിൽക്കുകയും ചെയ്യുന്നതിനെയാണ് എക്സ്ട്രാ ബജറ്റ് ബോറോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ധാരാളം ഓഫ് ബജറ്റ് ബോറോയിങ്ങുകളും എക്സ്ട്രാ ബജറ്റ് ബോറോയിങ്ങുകളും ഒക്കെ നടക്കുന്നുണ്ട്. സോ ആ ബോറോയിങ്ങുകൾ ആ കടമെടുപ്പുകളെയും ഈ സംസ്ഥാനത്തിൻ്റെ പബ്ലിക് ഡെറ്റിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ കണക്കിലാക്കുകയും അപ്പോൾ അതിൻ്റെ ഭാഗമായി ഏകദേശം 35,000 കോടി രൂപയോളം കേരളത്തിന് കടമെടുക്കാം എന്നുള്ളത് ഒരു 22,000 അല്ലെങ്കിൽ 23,000 കോടിയായിട്ട് കേന്ദ്ര സർക്കാർ നിജപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ സംസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ അത്യാവശ്യമായിട്ട് കടമെടുക്കണം എന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ച് കഴിയുമ്പോൾ യാതൊരു കാരണവശാലും സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി ഉയർത്തുകയില്ല എന്ന് മാത്രമല്ല കേന്ദ്ര സർക്കാർ പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി കുറയ്ക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നടത്തുന്നത് എന്ന് കാണാം. എന്ന് മാത്രമല്ല ഈ കടമെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ് ഒരു കേസ് തന്നെ ഫയൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ കേസിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ കേരള ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കേരളത്തിനെതിരെ വരുന്ന ആരോപണങ്ങൾക്കെതിരെ മറ്റ് ചില ആരോപണങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതെന്ന് കാണാം. ഇപ്പോൾ ഓൾറെഡി കേന്ദ്ര സർക്കാർ പറഞ്ഞു കഴിഞ്ഞു ഒരു പരിധിയുമില്ലാതെ കേരളം കടമെടുക്കുന്ന ഒരു ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ആണ് ഇവിടെ നടക്കുന്നത് എന്ന്. ഇപ്പോൾ ഇവിടെ കേരളം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യയിലെ മുഴുവൻ പൊതു കടം എടുത്തു കഴിഞ്ഞാൽ അതിൽ 60% കേന്ദ്ര ഗവൺമെൻറ്റാണ് എടുത്തിരിക്കുന്നത്. ബാക്കി 40% മാത്രമാണ് എല്ലാ സംസ്ഥാനങ്ങളും കൂടെ ചേർന്നെടുത്തിരിക്കുന്നത്. അതിൽ വെറും 1.7 മുതൽ 1.75% വരെ കടം മാത്രമാണ് കേരള സർക്കാർ എടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കേരള സർക്കാർ എടുക്കുന്ന ഒരു കടം നമ്മുടെ ക്രെഡിറ്റ് റേറ്റിങ്ങിനൊക്കെ ബാധിക്കുന്നത്? അപ്പോൾ ആരാണ് ഏറ്റവും കൂടുതൽ കടം എടുക്കുന്നത് എന്നൊരു ചോദ്യം മുന്നോട്ട് വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കേരള സർക്കാരിൽ കേരള സംസ്ഥാനത്തിൻ്റെ ഡെറ്റ് ടു GSDP റേഷ്യോ എന്ന് പറയുന്നത് 39.1% ആണെങ്കിൽ ഇന്ത്യയുടെ മൊത്തം ഡെറ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് ഏകദേശം 81% അടുത്ത് എത്തി നിൽക്കുകയാണ്. IMFൻ്റെ ഒക്കെ ഒരു പ്രൊജക്ഷനിൽ പറയുന്നത് ഈ പതിറ്റാണ്ടിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും അത് 100% വരെ ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആരാണ് ഇവിടെ ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെൻറ്റ് നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യവും കേരളം മുന്നോട്ട് വെക്കുന്നു. ഇനി അത് മാത്രമല്ല സംസ്ഥാന സർക്കാരുകൾ കടമെടുക്കുമ്പോൾ ഈ FRBM ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പരിധിക്ക് മുകളിലേക്ക് പോകാൻ ഒരു തരത്തിലും അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഈ കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ വർഷം GDPയുടെ 5.8% കടമെടുത്തിരിക്കുന്നു. ഈ വർഷത്തെ ബജറ്റിൽ അത് 5.1% ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. വരുന്ന 2 വർഷങ്ങൾക്കുള്ളിൽ അത് 4.5% കുറയ്ക്കാനും അവർ തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഈ FRBM ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഫൈനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷനും എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിന് ബാധകമാകുന്നില്ല എന്നൊരു ചോദ്യം മുന്നോട്ട് വെക്കുന്നു. ഇനി അത് മാത്രമല്ല
മാത്രമല്ല കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ ഇങ്ങനെ വരുമാനമില്ലാതിരിക്കുന്ന അവസരത്തിൽ പോലും ആവശ്യമില്ലാതെ ഒരുപാട് സബ്സിഡികൾ കൊടുത്ത് സാമ്പത്തിക പ്രതിസന്ധി വിളിച്ചു വരുത്തുകയാണ് എന്ന് പറയുന്ന കേന്ദ്ര സർക്കാർ അടുത്ത വർഷത്തെ ബജറ്റിൽ 3.25 ലക്ഷം കോടി രൂപയാണ് സബ്സിഡികൾക്കായിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ കേരളം എന്ന സംസ്ഥാനം ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടുമ്പോൾ അതിൽ നിന്നും കരകയറുന്നതിന് വേണ്ടിയിട്ട് കടമെടുക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിയമങ്ങളെയും കാര്യങ്ങളെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് അതിനെ ശക്തിയായി എതിർക്കുന്ന കേന്ദ്ര സർക്കാർ അതേ നിയമങ്ങളെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് കേരളം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കേരള സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ സാമ്പത്തികമായ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതല്ല, മറിച്ച് തികച്ചും രാഷ്ട്രീയ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നുള്ളൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അത് നിങ്ങളുടെ നിർദ്ദേശങ്ങൾക്കും സംശയങ്ങൾക്കും ഒപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതിനോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ICICI പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ NFOയെ കുറിച്ച് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. 2.87 ലക്ഷം കോടി രൂപയാണ് ICICI പ്രൊഡൻഷ്യൽ ലൈഫിൻ്റെ AUM എന്ന് പറയുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ഇൻകം ടാക്സ് സെക്ഷൻ 80C 1010D മുതലായ ധാരാളം ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളവർ ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.